കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 15, 9 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുളി ചെയ്തു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല, കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, 12 അപ്പസ്തോലന്മാരിൽ ഒരുവനായ മത്യാസിനെ പ്രത്യേകം നമ്മൾ സഭയിൽ അനുസ്മരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ധ്യാനിക്കുന്നു, മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിയാം. യൂദാസ് കറിയോത്ത 12 അപ്പസ്തോലന്മാരിൽ ഒരുവനായിരുന്നു. അവന് പാപത്തിൽ നിബന്ധിച്ചു, യേശുവിനെ ഒറ്റിക്കൊടുത്തു. അതിനുശേഷം പിന്നെ അവന് കിട്ടിയ ഈ ഒറ്റിക്കൊടുക്കലിലൂടെ കിട്ടിയ പണം ആലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി തൂങ്ങിച്ചതു. ഇതാണ് മത്തായിയുടെ സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുക. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായൊരു വേർഷൻ, പക്ഷേ രണ്ടിലും ദാരുണമായ അന്ത്യം വരിച്ച ഒരു വ്യക്തിയാണ് യൂദാസ്. ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് എന്നാ വിളിയുണ്ടെന്ന് പറഞ്ഞാലും എന്ത് കഴിവുണ്ടെന്ന് പറഞ്ഞാലും നശിക്കണമെങ്കിൽ നശിക്കാവുന്നതേ ഉള്ളൂ. അത് വരാതിരിക്കാനായിട്ട് നമ്മൾ അങ്ങേയറ്റം ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മൾ ഏറ്റെടുക്കേണ്ടതായ ചില കാര്യങ്ങൾ കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ്, നമ്മളാരും ഒഴിച്ചുകൂട്ടാനാവാത്ത വ്യക്തികളൊന്നുമല്ല. നമ്മളില്ലേലും മറ്റൊരാളെ, ഒരു പകരണക്കാരനെ ദൈവത്തിന് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഒഴിച്ചു കൂട്ടാനാവാത്ത വ്യക്തി എന്ന് പറഞ്ഞാൽ അത് ദൈവമാണ്. നമുക്കാർക്കും ദൈവത്തെ കൂടാതെ അർത്ഥവത്തായ ഒരു ജീവിതം നയിക്കാൻ പറ്റത്തില്ല, ജീവിത വിജയം വരിക്കാൻ പറ്റത്തില്ല. ഞാനില്ലേലും മറ്റൊരാളിലൂടെ ദൈവത്തിന് ആ ഒരു ദൗത്യം നിറവേറ്റാൻ പറ്റും എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതാണ് അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുക. ഇവൻ്റെ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് മറ്റൊരുവൻ നിയോഗിക്കപ്പെടണം. അങ്ങനെയാണ് അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം അവർ കുറിയിട്ടു. കുറി വീണത് മത്യാസിൻ്റെ മേലിലാണ്. ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും, കുറിയുടെയിലും പരിപാടിയൊക്കെ ഒരുപാട് പേരുടെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. വേണേ ഒരു കോയിൻ എടുത്തിട്ട് ഹെഡ് ഓർ ടെയിൽ, വേണേ 2 വിരൽ കാണിച്ചിട്ട് ഏതല്ല ഒന്നേ തൊട്ടോ, ഇങ്ങനെയെല്ലാം പറഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് തീരുമാനിക്കാനായിട്ട് നമ്മൾ ആ രീതിയിൽ പോകുന്ന കാണാൻ പറ്റും. ഇവിടെ കുറിയിട്ടെങ്കിൽ അതിന് മുമ്പ് അവർ ചെയ്തൊരു കാര്യമുണ്ട്, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. അതിനുള്ള ക്ഷമയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളെ കാണാൻ സാധിക്കും. അവർക്കാകപ്പാടെ കുറിയിട്ട് കാര്യം തീരുമാനിച്ചാൽ മതി. ആരോടെങ്കിലും ചോദിച്ചിട്ട് അവർ പറയുന്ന അനുസരിച്ച് പോയേക്കാം. നമ്മളൊന്നിരുന്ന് പ്രാർത്ഥിക്കാനും ദൈവഹിതം അറിയാനുമുള്ള പരിശ്രമം അത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് അതൊക്കെ ഒഴിവാക്കുന്നവരെ കാണാൻ പറ്റും. ആദിമ ക്രൈസ്തവ സമൂഹം അവരൊന്നിച്ചിരുന്ന് തീഷ്ണമായി
പ്രാർത്ഥിച്ചു. അതിനുശേഷം കുറിയിട്ടപ്പോൾ ആ കുറി കറക്റ്റ് ആളുടെ മേൽ വീഴുകയും നമ്മൾ കാണുന്നുണ്ട്. മത്യാസ് പിന്നീട് ഏഷ്യ മൈനറിൽ പോയി അദ്ദേഹം സുവിശേഷം പ്രഘോഷിച്ചു. ആഫ്രിക്കയിൽ പോയി അവിടെ രക്തസാക്ഷിയാവുകയും ചെയ്തു. അതാണ് മത്യാസിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. മാത്രമല്ല, ഈ വിശുദ്ധൻ്റെ ഈ അപ്പസ്തോലൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ കാണാൻ പറ്റും. ക്രിസ്ത്യാനികളായി നമുക്കൊക്കെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, അദ്ദേഹത്തിൻ്റെ സമർപ്പണ ബോധം. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ആദ്യം മുതലേ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ഒരുവനാണ് മത്യാസ്. അദ്ദേഹത്തിൻ്റെ സമർപ്പണം വളരെ വലുതായിരുന്നു. രണ്ടാമത്തെ കാര്യം, ദൈവത്തോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം. അത് സാധാരണ ഒരു സ്നേഹമല്ല, ജ്വലിക്കുന്ന സ്നേഹമായിരുന്നു. മൂന്നാമതൊരു കാര്യം കൂടി നമുക്ക് കാണാൻ സാധിക്കും. സുവിശേഷം പ്രഘോഷിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അഭിനിവേശം. നമുക്ക് വചനത്തോടാണേലും സുവിശേഷ പ്രഘോഷണത്തോടാണേലും ദൈവമക്കൾ എന്ന നിലയ്ക്ക് നമുക്കുണ്ടായിരിക്കേണ്ടത് ഈ അഭിനിവേശമാണ്. നമുക്കറിയാലോ, ഇപ്പോൾ പെസഹാ തിരി കത്തിയിരിക്കുകയാണ്. കത്തിയിരിക്കുന്ന ആ തിരിയുടെ മുകളിലേക്ക് ഒരു ഈച്ചയോ പ്രാണിയോ വന്നാൽ അപ്പോഴേ ചത്തുപോകും. കെട്ടിരിക്കുകയാണെങ്കിൽ ഈച്ചയ്ക്ക് അതിൻ്റെ ഞെട്ട വന്നിരുന്ന് ഒരു കുഴപ്പമില്ല, അത് കൂളായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും. ആരുടെ ജീവിതത്തിലാണ് സാത്താൻ കയറി നിരങ്ങുക? ആരുടെ കുടുംബത്തിലാണ് സാത്താൻ കയറി പ്രവർത്തിക്കുക? ആ കുടുംബത്തിൽ അന്തഛിദ്രം വരുത്തുക. പ്രാർത്ഥനയില്ലാത്ത കുടുംബത്തിൽ, പ്രാർത്ഥനയില്ലാത്ത വ്യക്തികളിൽ. നമുക്ക് ആത്മീയ ജ്വലനമുണ്ടെങ്കിൽ പ്രലോഭനം വന്നാൽ അതിന് കീഴ്പ്പെടുന്നതിനേക്കാൾ അതിനെ ഓവർകം ചെയ്യാൻ, അതിജീവിക്കാനുള്ള ഒരു ആത്മീയ കരുത്ത് നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന നമുക്ക് എപ്പോഴും ഉണ്ടാകണം, പ്രാർത്ഥനാ നിരതരായിട്ട് നമ്മൾ മാറണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്താണേലും നമ്മൾ കാണുന്നു, ദൈവമക്കളായി നമുക്ക് വളരെ ആവശ്യമായ ചില കാര്യങ്ങളെക്കുറിച്ച് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. നമ്മൾ ദൈവത്തെ അറിയണം, അതുപോലെ തന്നെ ദൈവവുമായിട്ട് ഐക്യപ്പെടണം. യോഹന്നാൻ 15 കാതലായ സന്ദേശം അതാണ്, അബൈഡ് ഇൻ മീ, ഐ വിൽ അബൈഡ് ഇൻ യു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ഐക്യപ്പെട്ട് ജീവിക്കുക. അങ്ങനെ ഒരു ദൈവവുമായിട്ടുള്ള ഐക്യത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെ സാത്താന് തട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല, വഴിതെറ്റിക്കാൻ പറ്റത്തില്ല. ഇതൊന്നും ഇല്ലാതെ കണ്ട് ഒരു സാമട്ടിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വിശ്വാസമുണ്ട്, പ്രാർത്ഥനയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പള്ളിപ്പോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം. അത്രയൊക്കെ ഉള്ളെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സാത്താൻ നമ്മെ തട്ടിയെടുക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അബൈഡ് ഇൻ മീ, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. ദൈവത്തിൽ വസിക്കുന്നവർ ചെയ്യുന്നൊരു കാര്യമാണ് ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കും. കർത്താവ് പഠിപ്പിച്ചത് എന്താ? ഞാൻ കൽപ്പനകൾ പാലിച്ച് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി പിതാവിൽ വസിക്കുന്നു. അതുപോലെ എൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുന്നെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കുന്നവരായിട്ട് മാറും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ദൈവികമായ സംരക്ഷണം നമ്മൾ അനുഭവിക്കുക. സങ്കീർത്തനം 32:10 വായിച്ചാലും അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിൽ ആശ്രയിക്കുന്നവരെ കർത്താവിൻ്റെ സ്നേഹം വലയം ചെയ്യും. ഒരു പേപ്പർ നമ്മൾ ലാമിനേറ്റ് ചെയ്ത് സുരക്ഷിതമാക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ വലയം ചെയ്യുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ് എന്നുള്ള കാര്യം വിസ്മരിക്കരുത്. ഈ ഒരു കാര്യം നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ ഏറ്റെടുത്ത് നമുക്ക് ദൈവത്തിൽ വസിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പരസ്പര സ്നേഹം ഉറപ്പായിട്ടും അത് നമ്മൾ നടത്തിയിരിക്കും. കർത്താവ് നമ്മളെ വിളിക്കുന്നത് വേലക്കാരെന്നൊന്നുമല്ല. നമുക്കറിയാമല്ലോ, ഭാര്യാഭർത്താക്കന്മാർ അവരേക മനസ്സോടെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അവരുടെ ഇടയിൽ അവർക്ക് പരസ്പരം അറിയാവുന്ന കാര്യം വേലക്കാർക്കൊന്നും അറിയാൻ മേല, അവരുമായിട്ട് പങ്കുവയ്ക്കാറില്ല. ചിലരുടെ കാര്യത്തിൽ വേലക്കാരറിയും, പക്ഷെ ജീവിത പങ്കാളി അറിയത്തില്ല. അങ്ങനത്തെ ദുരവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളും ഉണ്ടായിന്ന് വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യം. ഈ കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതനുസരിച്ച് തിരുത്തുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം.